Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ബീട്രൂട്ട് ഫേഷ്യൽ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ നമുക്ക് ബീട്രൂട്ട് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി തൊലിയെല്ലാം ഞാൻ ഒരു പീലർ കൊണ്ട് കളഞ്ഞു. എന്നിട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. കട്ട് ചെയ്ത ശേഷം ഞാൻ മിക്സഡ് ജാറിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് അല്ലാതെ തന്നെ അരഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ അരച്ചെടുത്ത ശേഷം ഞാനതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ഫേഷ്യലിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം 5 സ്റ്റെപ്പാണ് ഉള്ളത്. ആദ്യം നമുക്ക് നന്നായിട്ട് മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനുണ്ട്. അതിനുശേഷം ഒരു ഫേസ് സ്ക്രബ് പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം മുഖം നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്യണം. പിന്നെ ഒരു ഫേസ് മസാജ് ചെയ്യാനുണ്ട്. പിന്നെ ഒരു ഫേസ് പാക്ക്. ഇത്രയാണ് നമുക്ക് സ്റ്റെപ്പ് ഉള്ളത്. സോ ആദ്യം നമുക്കൊരു ക്ലെൻസിങ് മിൽക്ക് ചെയ്യാം. ക്ലെൻസിങ് മിൽക്കിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 ടീസ്പൂൺ പച്ചപ്പാൽ, കാച്ചാത്ത പാലാണ് കേട്ടോ, അത് എടുത്തിട്ടുണ്ട്. അതേമാതിരി 1 ടീസ്പൂൺ ബീട്രൂട്ടിൻ്റെ ജ്യൂസ്, കുറച്ച് നമ്മൾ പൾപ്പിൽ നിന്ന് കുറച്ച് ഒരു അരിപ്പയും കൂടെ എടുത്താൽ മതി, അരിച്ചെടുത്താൽ മതി, നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. ഒന്നല്ലെങ്കിൽ കൈ കൊണ്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പഞ്ഞി മുക്കിയിട്ട് പഞ്ഞി കൊണ്ട് അപ്ലൈ ചെയ്യാം. പാല് നല്ലൊരു ക്ലെൻസറാണ്. നമുക്ക് മുഖം നല്ല സ്മൂത്തൻ ചെയ്യാനും പിഗ്മെൻറ്റേഷനൊക്കെ പോകാനും, മുഖത്ത് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് വല്ലതും ഉണ്ടെങ്കിൽ, ഡേർട്ടോ ഇമ്പ്യൂരിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഒക്കെ വളരെ നല്ലതാണ്. ധാരാളം വൈറ്റമിൻസ് ഉണ്ട്, നല്ലൊരു എക്സ്ഫോളിയേറ്ററുമാണ്. സോ ഒന്ന് തുടച്ചെടുത്ത ശേഷം ഞാനൊരു നനഞ്ഞ പഞ്ഞി വെച്ചിട്ട് കുറച്ച് വെള്ളം കാണിച്ചിട്ട് നനഞ്ഞ പഞ്ഞി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി ഫേസ് സ്ക്രബാണ്. അപ്പോൾ ഫേസ് സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേമാതിരി നമ്മൾ അരച്ച് വെച്ച ബീട്രൂട്ടിൻ്റെ പൾപ്പ്, പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ നാരങ്ങയുടെ നീര്. ഇപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഫേസ് സ്ക്രബ് ഇതാണ്. ഓക്കെ, ഇനി അരിപ്പൊടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. സൺ ഡാമേജ് അല്ലെങ്കിൽ സൺ ടാൻ തടയും. നമ്മുടെ സ്കിന്നൊന്ന് ലൈറ്റൻ ചെയ്യും. എന്തെങ്കിലും എക്സസ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വളരെ നന്നായിട്ട് സഹായിക്കും. ഇനി നാരങ്ങ ഇതിൽ നമ്മൾ എന്തിനാണ് ആഡ് ചെയ്തത് വെച്ചാൽ ആക്നെ പോവാനും ബ്ലാക്ക് ഹെഡ്സ് പോവാനും എന്തെങ്കിലും ബ്ലെമിഷസ്, ഡാർക്ക് സ്പോട്ട്സ് അതിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നമ്മൾ ഉണ്ടാക്കിയ സ്ക്രബ് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് എടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. ഓക്കെ, 2 കൈ കൊണ്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം മുഖം നന്നായിട്ടൊന്ന് കഴുകി കാണിച്ചു തരാം. കണ്ടോ, മുഖം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമ്മുടെ 3rd സ്റ്റെപ്പാണ് മുഖം സ്റ്റീം ചെയ്യുക എന്നുള്ളത്. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഒരു തുണിയിട്ട് തലവഴി മുടി സ്റ്റീം ചെയ്യാൻ പോകണം. എല്ലാവർക്കും അറിയാം സ്റ്റീം ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത്, ആവി പിടിക്കാനുള്ളത്. ഇനി ആവി പിടിച്ച ശേഷം അടുത്തത് നമ്മൾ ഇനി മുഖം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് കട്ടിയുള്ള തൈരാണ് കേട്ടോ വേണ്ടത്, എന്നാലേ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. തൈരിലേക്ക് ഞാൻ വീണ്ടും ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്, ഏകദേശം 1 ടീസ്പൂണോളം. ഓക്കെ, ഇനി തൈരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തൈരിൽ ധാരാളം ലാക്റ്റിക് ആസിഡ് ഉണ്ട്. അപ്പം ലാക്റ്റിക് ആസിഡ് നമ്മുടെ ഡെഡ് സ്കിൻസ് പോകാനും നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്. അതേമാതിരി സ്കിൻ നന്നായിട്ട് സ്മൂത്തൻ ചെയ്യും. ധാരാളം വൈറ്റമിൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു ഹെൽത്തി സ്കിൻ തരാനും നല്ലൊരു ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ബീട്രൂട്ടിൻ്റെ കാര്യം ഇതുവരെ സംസാരിച്ചില്ല. ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ, ബീട്രൂട്ടിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട്. നല്ലൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസാണ്. നമുക്ക് ആക്നെയ്ക്ക് വളരെ നല്ലോണം ഹെൽപ്പ് ചെയ്യും. സ്കിൻ ബ്രൈറ്റൻ ചെയ്യും. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ്, ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബീട്രൂട്ട് ഫേഷ്യൽ മാസത്തിലൊരിക്കൽ ഇല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഇല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ എന്തായാലും മസ്റ്റായിട്ടും ചെയ്തോളൂ. നല്ല വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേഷ്യൽ ക്രീം നന്നായിട്ട് മുഖത്ത് നന്നായിട്ട് എല്ലാവിടേക്കും തേച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 2 കൈ കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്യുകയാണ്. അപ്പം മസാജ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും മേലോട്ട് വേണം, നമ്മൾ അപ്വേർഡ് മോഷനിൽ വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്, താഴോട്ട് ചെയ്യരുത്. അപ്പോൾ സ്കിന്നൊന്ന് ടൈറ്റൻ ആവും. അപ്പം ചുളിവുകളൊന്നും വരാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഞാൻ അത്ര മസാജ് ചെയ്യാൻ അത്ര എക്സ്പേർട്ടല്ല, ബട്ട് എനിക്കറിയുന്ന മാതിരി ഞാൻ
മസാജ് ചെയ്യുകയാണ്. കഴുത്തിലും ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കണം. മേലെ അപ്വേർഡ് മോഷനിൽ മസാജ് ചെയ്യുക. എന്നിട്ട് മുഖം നന്നായിട്ട് കഴുകി ഞാനൊന്ന് ഒപ്പിയെടുക്കുകയാണ്. ഇനി നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പാണ് ഫേസ് പാക്ക്. ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ നമ്മുടെ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാനിവിടെ എടുത്തിരിക്കുന്നത് കസ്തൂരി മഞ്ഞളാണ്. അപ്പം കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി കടലമാവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, നമ്മൾ എത്ര വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കടലമാവ് നമ്മുടെ മുഖത്ത് നല്ല ടാൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, സ്കിൻ ലൈറ്റൻ ചെയ്യും, എക്സസ് ഓയിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് പോവും, പിമ്പിൾസിന് വളരെ നല്ലതാണ്. ഇനി ടർമറിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, നല്ല ഗ്ലോ തരും, മുഖം നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് മഞ്ഞളിലും. സോ ഞാൻ ഫേസ് പാക്ക് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. കഴുത്തിലും ഈ പറഞ്ഞ ഇത്രയും സ്റ്റെപ്സ് എല്ലാം ഞാൻ കഴുത്തിലേക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം കഴുത്തും അതേമാതിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു 15 മിനിറ്റ് സമയം കൊടുക്കുക. എന്നിട്ട് മുഖം നന്നായിട്ടൊന്ന് കഴുകി വരിക. ഇപ്പോൾ നമ്മുടെ ഫേഷ്യൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ ഇതാണ് കഴിഞ്ഞ ശേഷമുള്ള മുഖം. അപ്പം എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എനിക്ക് താഴെ അഭിപ്രായം പറയണം. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.